സഹകരണ മേഖലയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച ഈ യോഗത്തിൽ പങ്കുചെല്ലുന്നതിൽ ഞാൻ ഏറെ സന്തോഷം അനുഭവിക്കുന്നു. സഹകരണ മേഖലയെ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയുടെ പാതയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന ഒരു ശക്തമായ ഇടപെടലായി കണക്കാക്കാം. വിവിധ മേഖലയിലായി നിലവിൽ സഹകരണ സംരംഭങ്ങൾ പൊടിപെടുന്നുണ്ട്. കാർഷികം, ഡയറി, ഫിഷറീസ്, ക്രെഡിറ്റ് യൂണിയനുകൾ, ഹൈടെക് ഫാമിംഗും ഉൾപ്പെടെ. സഹകരണ ബാങ്കുകൾ ഗ്രാമീണരായും ചെറുകിട സംരംഭകരായും വലിയൊരു വിഭാഗം ജനതയെ സാമ്പത്തികമായി സജ്ജീകരിച്ചിട്ടുള്ളതും അതിനുപോലെ പല വെല്ലുവിളികൾ നേരിടുന്ന മേഖലയുമാണ്. പ്രത്യേകിച്ച് ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുള്ള വായ്പകൾ പലപ്പോഴും കിട്ടാക്കടമായി മാറുന്നത് ഇന്ന് ഒരു പ്രധാന പ്രശ്നമായിട്ടുണ്ട്. പ്രശ്നത്തിന്റെ സ്വഭാവം: വായ്പ തിരിച്ചെടുക്കാതിരിക്കുന്ന വ്യക്തിയെ കൂടാതെ ജാമ്യനായ വ്യക്തിയും ബാധ്യതയിൽപ്പെടുന്നു. ചിലപ്പോൾ ഇത് സഹവാസ സാമൂഹിക ബന്ധങ്ങൾക്കും ദുരിതം സൃഷ്ടിക്കുന്നു. കിട്ടാക്കടം തിരിച്ചുപിടിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ: 1. ജാമ്യക്കാരെ നിയമപരമായി ഉത്തരവാദികളാക്കുക. വായ്പയാലും തിരിച്ചെടുക്കാത്ത പക്ഷം കേൾക്കണില്ലേ? നോട്ടീസുകൾ അയക്കുകയും ആവശ്യപ്പെട്ടിട്ടും തിരിച്ചെടുക്കാത്ത പക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാം. പലപ്പോഴും ചില കുടിശ്ശിക വായ്പകളിൽ റീഷെഡ്യൂളിംഗും OTS ധാരണയും ഉണ്ടാക്കുന്നു. പുനർനഗതീകരണ പദ്ധതി, റീസ്ട്രക്ചറിംഗ്, ക്ഷമതയുള്ള വായ്പയാളിനെ തിരിച്ചറിയുകയും ആർക്കും ബാധകമായി. അതെന്താ നീ നിർത്തിയോ? ഇനി 2-3 പേര് പ്രസംഗിക്കാനുണ്ട്. അത് ക്യാമറയുടെ ബാറ്ററി ചാർജ് തീർന്നുപോയി. ഞാൻ പെട്ടെന്ന് ചാർജ് ചെയ്തു തരാം. ഇത് കടുവാക്കുട്ടി പോയി കൈയിട്ട പോലെ. എന്താണ് ഇത്? ഇന്ന് എനിക്ക് ബാങ്കിൽ നിന്ന് വന്നതാ. നമ്മുടെ 3 പേര് എടുത്ത ലോണിന്റെ 3ാമത്തെ കത്താ. നിനക്കുള്ള കത്ത് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. സത്യത്തിൽ ഞാനിവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാനതിന് ഒഴിവാക്കി. ആ ദാസനും കൂടെ വേണമല്ലോ. അവനും കൂടെ എടുത്തതല്ലേ. അവനെ പറ്റി വല്ല വിവരമുണ്ടോ? അവനിപ്പോ നാട്ടിലില്ലല്ലോ, മൈസൂരല്ലേ. വല്ലപ്പോഴൊക്കെ മൊബൈലിൽ വിളിച്ചാൽ എത്തുമായിരുന്നു. ഇപ്പൊ അതും സ്വിച്ച് ഓഫാ. ഞാൻ ഒന്നുകൂടെ വിളിച്ചതാ. അല്ല, ഇതിപ്പോ നമ്മൾ 2 പേരും അടച്ചാൽ പോരല്ലോ. നമ്മൾ 3 പേരും കൂടെ പരസ്പരം ഒപ്പിട്ടെടുത്ത ലോണല്ലേ. നീ അസലക്കാനോട് തന്നെ പോയി ചെന്ന് പറ. അവരോട് പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ ഒന്ന് സമയം നീട്ടി തരാൻ. ഒരിക്കലും നടക്കില്ല. 2-3 പ്രാവശ്യം അവധി വാങ്ങി തന്നതാ. ഇനിയിപ്പോ അച്ഛനും അമ്മയും അറിഞ്ഞ എന്നെ വെട്ടിക്കൊല്ലും. വീഡിയോ ക്യാമറ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാ. ഒന്നും നടന്നില്ല. ഞാൻ ഏതായാലും വീട്ടിലേക്ക് ചെല്ലട്ടെ. ആ പോസ്റ്റ്മാൻ അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് അയാളുടെ ആ കത്ത് വാങ്ങിക്കണം. ശശി, അവിടെ നിൽക്ക്. ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് മുഴുവനാകുന്നതിന് മുമ്പ് നീ ക്യാമറയും തൂക്കി പിടിച്ചിങ്ങ് പോന്നുവല്ലേ. നിനക്കൊക്കെ ഒരു വർക്ക് തന്നെ എങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ. എനിക്കായി അവസാനം പണി. അത് അസനക്ക, എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. പിന്നെ ക്യാമറയിലും ശരിക്കും വർക്കാവുന്നില്ലായിരുന്നു. നിനക്കൊന്നും വർക്കാവില്ല. നീ അവിടെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? പിന്നെ വായ്പ തിരിച്ചടക്കാത്തവരൊക്കെ നന്നായി പൂട്ടാനുള്ള പരിപാടിയാണ്. 31-ാം തീയതിക്കകം മുതലും പലിശയും ചേർത്ത് അവിടെ കൊണ്ടുപോയി അടച്ചില്ലെങ്കിൽ ഇനി എന്നെ പറയാൻ കിട്ടില്ല. 31-ാം തീയതി എന്ന് പറയുമ്പോൾ തീരെ സമയമില്ലല്ലോ അസനിക്ക. 1 മാസം കൂടെ സമയമുണ്ടായിരുന്നെങ്കിൽ. 3 കൊല്ലമായിട്ട് 10 പൈസ അടച്ചിട്ടില്ല. ഇനിയാ നീയൊക്കെ 1 മാസം കൊണ്ട് ഇതെല്ലാം. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ. നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് ആ പലിശ അടച്ച് പുതുക്കാൻ നോക്ക്. ഇപ്പോൾ 1 ലക്ഷം രൂപ വരെ കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തൽക്കാലം പൈസ ഇവിടെ എന്തെങ്കിലുമൊക്കെ തിരിമറി ചെയ്ത് പലിശ അടച്ച് പുതുക്കി 1 ലക്ഷമാക്കി എടുക്ക്. എന്നിട്ട് പഴയതങ്ങ് ക്ലോസ് ചെയ്ത് ബാക്കി പൈസ അത് കൊണ്ടുപോയി പുട്ടടിച്ച് സുഖമായിട്ട് ജീവിക്കുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാൻ പള്ളിയിൽ പോവുക. പിന്നെ തിങ്കളാഴ്ച തന്നെ ബാങ്കിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. ഞാൻ അവിടെ നിന്ന് ഫോം വാങ്ങിച്ചു തരാം. പിന്നെ പലിശ എന്തെങ്കിലും കുറക്കാൻ പറ്റുമെന്ന് അതുകൂടെ ഞാൻ നോക്കട്ടെ. ഹസനക്ക കാര്യമായിട്ടാണോ പറയുന്നത്? എനിക്ക് നുണ പറയേണ്ട കാര്യമില്ല. ഒട്ടും സമയം പാഴാക്കുന്നില്ല. ഇപ്പൊ തന്നെ അമ്മയെ പോയി കാണാം. വളയും മരയും ഫലവും കിട്ടുമെന്ന് നോക്കാം. ഇത് നിനക്കൊക്കെ ഉള്ള ശിക്ഷയാണടാ. ഇപ്പൊ 50,000-ൽ നിന്ന് 1 ലക്ഷമായി. അത് ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. നീ ഇതൊന്നും ഈ ജന്മത്തെ അടച്ചു തീർക്കാനേ പോകുന്നില്ല. അങ്ങനെ മുതലും പലിശയും കൂടി 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 നീ ഒരു പരുവത്തിലാകും. ഇതുകൊണ്ടൊന്നും ബാങ്കിനൊരു പുല്ലും സംഭവിക്കില്ലടാ.
ബാങ്കിന്റെ അറ്റാദായം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. Spoon-fed.